ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള അക്കൗണ്ട് കോഡിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2022 ജാനുവരി നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഹയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ഞാൻ ഇതിനകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ അതൊക്കെ പോയി കാണുക. അതുപോലെ തന്നെ അക്കൗണ്ട് കോഡിൻ്റെ വീഡിയോ ലെസൺസ്, അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ്, ഇതൊക്കെ ഞാൻ പൂർണ്ണമായും വീഡിയോ രൂപത്തിലാക്കിയിട്ടുണ്ട്. കൂടാതെ സർവീസ് റൂൾസ്, അതുപോലെ ട്രഷറി കോഡ്, ഫിനാൻഷ്യൽ കോഡ്, ഇതിനൊക്കെ വീഡിയോ ലെസൺസ് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം പോയി നോക്കുക. ഇതിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യുക. അതാണ് ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി. ഇനിയിപ്പോൾ നിങ്ങൾ എഴുതുന്ന എക്സാം അക്കൗണ്ട് ടെസ്റ്റ് ഹയർ ആയാലും ലോവർ ആയാലും ഈ അക്കൗണ്ട് കോഡിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാണാം. അണ്ടർ ഹൗ മെനി പാർട്സ് ആർ ഗവൺമെൻറ് അക്കൗണ്ട്സ് കെപ്റ്റ്? ഗവൺമെൻറ് അക്കൗണ്ട്സിന് എത്ര പാർട്സ് ഉണ്ടെന്നാണ്. അത് 3 പാർട്സ് ആയിട്ടാണ് അത് കീപ്പ് ചെയ്യുന്നത്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. രണ്ടാമത് ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദർ ഇൻ അറബിക് നമ്പർ കോഡ് ഫോർ എ മേജർ ഹെഡ്? മേജർ ഹെഡിൽ എത്ര ഡിജിറ്റ് ഉണ്ടെന്നാണ്. അതിൽ 4 ഡിജിറ്റ്സ് ആണ് വരുന്നത്. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇൻ പബ്ലിക് അക്കൗണ്ട് വിച്ച് ആൽഫബറ്റ് ഈസ് അസൈൻ ടു ഡിനോട്ട് ഡെപ്പോസിറ്റ്സ് ആൻഡ് അഡ്വാൻസസ്? ഇതൊക്കെ എൻ്റെ വീഡിയോ ലെസൺസിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. കെ ആണ് അവിടെ വരുന്നത്. നാലാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് ഡീറ്റെയിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഓൺ പർച്ചേസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റാഫ് കാർ ടു ബി ഡെബിറ്റഡ്? അത് വരുന്നത് ഓഫീസ് എക്സ്പെൻസസിലാണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്? ഓപ്ഷൻ ബി ടെക്സ്റ്റ് ബുക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. ആറാമത്തെ ചോദ്യം, അമംഗ് ദ ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ മീനിങ് ഓഫ് 3 E's ഓഫ് ഓഡിറ്റ്? ഓഡിറ്റിൻ്റെ 3 E'സിൻ്റെ മീനിങ് ആണ്. അതിൽ വരാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി എംപവർ. ഇതൊക്കെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, അതിൻ്റെ വീഡിയോ ലെസൺസിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആ പുസ്തകം പൂർണ്ണമായും വീഡിയോ രൂപത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ കാണാത്തവർ പോയി കാണുക. ഏഴാമത്തേത്, ദ പ്രൈസ് സ്റ്റോഴ്സ് ലെഡ്ജർ ഈസ് ക്ലോസ് ഫോർ ബോത്ത് ക്വാണ്ടിറ്റീസ് ആൻഡ് വാല്യൂ? ഓപ്ഷൻ ബി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത്, ഓരോ മാസത്തിൻ്റെ അവസാനമാണ് അത് ക്ലോസ് ചെയ്യുന്നത്. എട്ടാമത്തെ ചോദ്യം, ഇഫ് ദ റവന്യൂ എക്സ്പെൻഡിച്ചർ മേജർ ഹെഡ് ഓഫ് ഫോറസ്ട്രി ആൻഡ് വൈൽഡ് ലൈഫ് ഫീസ് 2406, what is the corresponding capital outlay on forestry and wildlife? ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 4406. ഒമ്പതാമത്തെ ചോദ്യം, 2 ഡിജിറ്റ് കോഡ് ഈസ് അലോട്ടഡ് ടു? അത് സബ് മേജർ ഹെഡിനാണ്. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. പത്താമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ ദ മെയിൻ ഡിവിഷൻ ഓഫ് ദ ഗവൺമെൻറ് അക്കൗണ്ട്? ഗവൺമെൻറ് അക്കൗണ്ടിൻ്റെ മെയിൻ ഡിവിഷൻസ് നമ്മൾ കണ്ടതാണ്. അതിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി സിങ്കിങ് ഫണ്ട്. 11ാമത്തെ ചോദ്യം, amounts drawn from treasury for payment of rewards for destruction of wild animals is an example of what kind of contingent charges? അതിനെ നമ്മൾ പറയുന്നത് സ്കെയിൽ റെഗുലേറ്റഡ് കണ്ടിജൻസി എന്നാണ്. 12ാമത്തെ ചോദ്യം, which among the following is a non tax revenue? ഓപ്ഷൻ സി രജിസ്ട്രേഷൻ ഫീ. 13ാമത്തേത്, which among the following is a direct tax? ഇപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്. 14ാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്? ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ലാൻഡ് റവന്യൂ. 15ാമത്തെ ചോദ്യം, ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻസ് ടു പഞ്ചായത്ത് ഈസ് അപ്പോയിന്റഡ് ബൈ? ഓപ്ഷൻ ബി ഗവർണർ. 16ാമത്തെ ചോദ്യം, റവന്യൂ റിസീവ്ഡ് ബൈ ഗവൺമെന്റ് ഓർ ക്രെഡിറ്റഡ് അണ്ടർ കൺസോളിഡേറ്റഡ് ഫണ്ട്? ഓപ്ഷൻ ഡി. 17ാമത്തെ ചോദ്യം, the contingency fund of a state is at the disposal of? ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇറ്റ് ഈസ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഗവർണർ. ഓപ്ഷൻ ബി. 18ാമത്തെ ചോദ്യം, the sole right to issue bank notes in India has been vested in the RBI with effect from? ഓപ്ഷൻ എ April 1935. 19ാമത്തെ ചോദ്യം, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ഈസ് നരേറ്റഡ് ഇൻ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ആർട്ടിക്കിൾ 267 ആണ്. ഓപ്ഷൻ സി. 20ാമത്തെ ചോദ്യം, ദ മാസ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ് ബീയിങ് ഓഫ് ക്യാഷ് ബേസിസ് ഈസ് കെപ്റ്റ് ഓൺ സിംഗിൾ എൻട്രി സിസ്റ്റം? ഗവൺമെന്റ് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ്.
21ാമത്തെ ചോദ്യം ലാർജ് ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് പബ്ലിക് വർക്ക്സ് ആൻഡ് ഫോറസ്റ്റ് ഹാവിംഗ് ചെക്ക് ഡ്രോയിങ് പവേഴ്സ് അണ്ടർ മന്ത്ലി കമ്പൈൽഡ് അക്കൗണ്ട്സ് ടു അക്കൗണ്ടന്റ് ജനറൽ. അവർ മന്ത്ലി അക്കൗണ്ട്സ് കൊടുക്കേണ്ടത് അക്കൗണ്ടന്റ് ജനറലിനാണ്. 22ാമത്തെ ചോദ്യം മേജർ ഹെഡ് കോഡ് നമ്പർ 4452 represents ഓപ്ഷൻ സി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ. 23ാമത്തെ ചോദ്യം ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ അക്കൗണ്ട് ഈസ്. മെയിൻ യൂണിറ്റ് മേജർ ഹെഡ് ആണ്, ഓപ്ഷൻ ബി. 24ാമത്തെ ചോദ്യം ദ ആനുവൽ അക്കൗണ്ട് ഓഫ് ഗവൺമെന്റ് റെപ്രസെന്റ്സ് എ ഫെയർ ആൻഡ് കറക്റ്റ് വ്യൂ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റുവാർഡ്ഷിപ്പ് ഓഫ് ദ ഗവൺമെന്റ് ഡ്യൂറിംഗ് ദ ഇയർ. 25ാമത്തെ ചോദ്യം ദ ഇൻസിഡന്റൽ ഒബ്ജക്ട്സ് ഓഫ് കൊമേഴ്സ്യൽ ഓഡിറ്റ് ഫ്ലോയിങ് ഓട്ടോമാറ്റിക്കലി മേ ബി സെറ്റ് ടു ബി. ഇത് ഓൾ ദ എബോവ് എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ. എന്ന് പറഞ്ഞാൽ അതിൽ ഡിറ്റക്ഷൻ ഓർ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് വരും, ഡിറ്റക്ഷൻ ഓർ പ്രിവെൻഷൻ ഓഫ് ടെക്നിക്കൽ എറേഴ്സ് വരും, അതുപോലെ ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾസ്. 26ാമത്തെ ചോദ്യം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എക്സസൈസ് ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ആസ് പെർ ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 149 ആണ് അത് വരുന്നത്. 27ാമത്തെ ചോദ്യം ദ പ്രസിഡന്റ് മേ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ബൈ ഓർഡർ റിലീവ് ഹിം ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കമ്പൈലിംഗ് ദ അക്കൗണ്ട്സ് ഓഫ്. അതിൽ യൂണിയൻ വരും, എനി പർട്ടിക്കുലർ സർവീസ് ഓർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂണിയൻ വരും, എനി പർട്ടിക്കുലർ ക്ലാസ് ഓർ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം വരും. ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഓൾ ദ എബോവ്. 28ാമത്തേത് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആക്ട് 1971 കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം. ഡേറ്റ് ഓർത്തിരിക്കണം, 15th December 1971. 29ാമത്തെ ചോദ്യം ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് റിഗാർഡിംഗ് ഓഡിറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡാഷ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽസ് ആക്ട് 1971. C&AG ആക്ട് 1971 പ്രകാരം സെക്ഷൻ 13, 16, 17 ഈ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. 30ാമത്തെ ചോദ്യം ഫ്രം 1977-78 ഓൺവേർഡ്സ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ കമ്പൈലിംഗ് the accounts of the union government was with Controller General of Accounts, Minister of Finance. Option B ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 31ാമത്തെ ചോദ്യം the audit of customs revenue is limited to receipts under the Customs Act. Option D 1962. 32ാമത്തെ ചോദ്യം who is the authority to inspect any office of accounts under control of union or of state governments. Option C ആണ് അതിന്റെ കറക്റ്റ് ആൻസർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 33ാമത്തെ ചോദ്യം ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്രോപ്രിയേഷൻ ഓഡിറ്റ്. ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 34ാമത്തെ ചോദ്യം ദ ലാറ്റിൻ വേർഡ് ഓഡിരെ മീൻസ് ടു ഹിയർ എന്നാണ്. ഓപ്ഷൻ സി. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്, ശ്രദ്ധിക്കണം. 35ാമത്തെ ചോദ്യം ഹൂ ഈസ് അതോറിറ്റി ടു സാങ്ഷൻ എക്സ്പെൻഡിച്ചർ ഫോർ എ കൺസോളിഡേറ്റർ ഓർ എ കണ്ടിജന്റ് ഫണ്ട് ആസ് പെർ ആർട്ടിക്കിൾ 77(3) ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓപ്ഷൻ എ പ്രസിഡന്റ് ആണ്. 36ാമത്തെ ചോദ്യം കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ is a running account showing. Option D the amount due by each contractor, the advances made and due to him for work done. 37ാമത്തെ ചോദ്യം price stores ledger is. Option B a chronological record of all transactions of stock and value cum numerical account of stores held. 38ാമത്തെ ചോദ്യം a revised estimate for a work is to be obtained when the sanction estimate is likely to exceed by more than the prescribed percentage. 39ാമത്തെ ചോദ്യം a supplementary estimate is required when items considered necessary while a work is in progress and not fairly contingent on the proper execution of the work as first sanctioned. 40ാമത്തെ ചോദ്യം extra expenditure covered by a supplementary or revised estimate can be incurred. Option B before sanction is obtained in anticipation. 41ാമത്തെ ചോദ്യം pension payment order is issued by the AG consists of. Option C 2 halves. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. 42ാമത്തെ ചോദ്യം normally the period of provisional or anticipatory pension is not to exceed 6 months. 43ാമത്തെ ചോദ്യം in conducting proprietary audit will see whether. Option D not only whether there is proper authority but also investigate the necessity for it and whether the rates and scales of expenditure were justified. 44ാമത്തെ ചോദ്യം central audit is by and large regularity and a proprietary audit.
45ാമത്തെ ചോദ്യം every payment of money on government account involves dash principal processes. Option B 3. 46ാമത്തെ ചോദ്യം appropriation acts of the parliament or state legislature provide the authority for option B spending money on various purposes included in the budget. 47ാമത്തെ ചോദ്യം appropriation accounts are accounts of expenditure showing the amounts option C voted and charge grants for several items compared with the actuals of voted and charge for each financial year so as to exhibit the excess or savings. 48ാമത്തെ ചോദ്യം appropriation accounts of a state government where accounting function vests with AG are prepared by appropriation account prepare ചെയ്യുന്നത് AG and approved by C&AG and sent to governor for being laid before legislature. 49ാമത്തെ ചോദ്യം finance committees of Lok Sabha are comprised of public accounts committee, estimate committee and a committee on public undertakings. Option A ആണ് എൻ്റെ correct answer. 50ാമത്തെ ചോദ്യം Public Accounts Committee is constituted for the purpose of option B scrutiny of accounts and audit reports of C&AG laid before legislature. ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി നമ്മൾ ശ്രദ്ധിക്കണം, ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. 56ാമത്തെ ചോദ്യം by virtue of which article of constitution contingency fund is set up? Option D 267. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. 57ാമത്തെ ചോദ്യം by whom the complete accounts of the central government and of state governments with the bank are maintained? Option B Central Account Section of Reserve Bank at Nagpur. 58ാമത്തെ ചോദ്യം ക്യാഷ് ബാലൻസ് ഹെൽഡ് ഇൻ എ സ്റ്റേറ്റ് ട്രഷറി ഫോം പാർട്ട് ഓഫ് ഡാഷ് ഓഫ് സ്റ്റേറ്റ്. ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ടും കണ്ടിജൻസി ഫണ്ടും കൺസോളിഡേറ്റഡ് ഫണ്ടും കൂടി ചേർന്നിട്ടാണ് വരുന്നത്. ഓൾ ദ എബവ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓൾ ത്രീ എബവ്. ഓപ്ഷൻ ഡി. 59ാമത്തെ ചോദ്യം ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഡിറൈവ്സ് ഹിസ് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു ദ അക്കൗണ്ട്സ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഫ്രം വിച്ച് ആർട്ടിക്കിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്? ഓപ്ഷൻ സി 149 ആൻഡ് 150. 60ാമത്തെ ചോദ്യം ദ കണ്ടിജൻസി ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് വിൽ ബി അറ്റ് ദ ഡിസ്പോസൽ ഓഫ് ഹൂം? ചോദ്യം വീണ്ടും വന്നിരിക്കണം. ഓപ്ഷൻ എ ഗവർണർ. 61ാമത്തെ ചോദ്യം വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് അതിനകത്ത് വരുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, അതുപോലെ കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിങ്സ്. ഓൾ ദ എബവ് ത്രീ. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 62ാമത്തെ ചോദ്യം ഹൂ ഈസ് റിഗാർഡഡ് ആസ് എ ഫ്രണ്ട് ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് ദ കമ്മിറ്റീസ് ഓൺ പബ്ലിക് അക്കൗണ്ട്സ് ആൻഡ് പബ്ലിക് അണ്ടർടേക്കിങ്സ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി. 63ാമത്തെ ചോദ്യം ഹൂ ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്? ഓപ്ഷൻ എ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 64ാമത്തേത് what are the threefold control over the financial administration in a state? Option B legislative, administrative and audit control. 65ാമത്തെ ചോദ്യം annual financial statement is also known as option C budget. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. 66ാമത്തെ ചോദ്യം by whom all the general rules and orders of financial character issued by the president are scrutinized? Option A controller and auditor general. 67ാമത്തെ ചോദ്യം reports of C&AG relating to the accounts of central or state governments are submitted to the president or governor who shall cause them to be laid before? അവരാണ് പിന്നീട് അത് പാർലമെന്റിന്റെയോ അല്ലെങ്കിൽ അതിന്റെ കൺസേൺ ലെജിസ്ലേച്ചറിന്റെയോ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ഓപ്ഷൻ ബി. 68ാമത്തേത് വാട്ട് ഈസ് മോഡ് വാറ്റ്? മോഡ് വാറ്റ് എന്ന് പറയുന്നത് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ആണ്. 69ാമത്തേത് it is an important duty of audit to review and verify the balances under debt or deposit heads. 70ാമത്തെ ചോദ്യം in a public works division a subdivisional officer's principal account records include the cash book വരും, master roll വരും, works abstract വരും. all the three above. 71ാമത്തേത് expenditure on the construction of government non-residential buildings for administrative and office purposes will be accounted for under the major head? Option B 2059.
72ാമത്തെ ചോദ്യം ടാക്സസ് ബോത്ത് ഓൺ റെസിഡൻഷ്യൽ ആൻഡ് നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ഓൺ ബൈ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഷാൽ ബി ഡെബിറ്റഡ് വേർഡ്. അത് ഡെബിറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി ഡിഫൻസ് സർവീസസ് എസ്റ്റിമേറ്റ്സ്. 73ാമത്തേത് പെൻഷൻസ് ആൻഡ് മിസലേനിയസ് ഇസ് എ സബ്സെക്ടർ ഓഫ് ഓപ്ഷൻ എ ജനറൽ സർവീസസ് അണ്ടർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഹെഡ്. 74ാമത്തെ ചോദ്യം അണ്ടർ വിച്ച് സെക്ടർ ടാക്സസ് ഓൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എക്സസ്, അത് ടാക്സ് റവന്യൂവിലാണ് വരുന്നത്. 76ാമത്തെ ചോദ്യം ഈച്ച് മേജർ ഹെഡ് ഈസ് അലോട്ടഡ് എ കോഡ് നമ്പർ വിച്ച് ഇസ് ഡാഷ് ഡിജിറ്റ് അറബിക് നമ്പർ. 4 ഡിജിറ്റ് ആണ് ഉണ്ടാവുന്നത്. മേജർ ഹെഡിന്റെ നമ്പർ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. 77ാമത്തേത് റെസിപ്റ്റ് മേജർ ഹെഡ്സ് ഓൺ റവന്യൂ അക്കൗണ്ട് ആർ അസൈൻഡ് ദ ബ്ലോക്ക് ഓഫ് കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പേഴ്സ് ഫ്രം 0020 to 1999. 78ാമത്തെ ചോദ്യം കോഡ് നമ്പർ 4000 ഡിനോട്ട്സ്. കോഡ് നമ്പർ ശ്രദ്ധിക്കണം, ഒത്തിരി വട്ടം ചോദിച്ചിട്ടുണ്ട്. ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് മേജർ ഹെഡ് ആണ്. 79ാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ അക്കൗണ്ട്സ്. ഇതും ഒത്തിരി വട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ സി മേജർ ഹെഡ്. 80ാമത്തെ ചോദ്യം ദ സ്കീം ഓർ ആക്ടിവിറ്റീസ് അണ്ടർ എ പ്രോഗ്രാം ഈസ് ഡെപിക്റ്റഡ് ഇൻ ഗവൺമെന്റ് അക്കൗണ്ട്സ് ആസ് ഓപ്ഷൻ സി സബ് ഹെഡ്സ്. 81ാമത്തെ ചോദ്യം ബിൻ കാർഡ് ഓഫ് സ്റ്റോർ ഐറ്റംസ് ഈസ് പോസ്റ്റഡ് ഫ്രം ഓപ്ഷൻ ബി ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റ്സ് ആൻഡ് സ്റ്റോർ ഇൻഡൻസ്. 86ാമത്തെ ചോദ്യം അതിനിടയ്ക്കുള്ള ചോദ്യങ്ങൾ തെറ്റുമൂലം PSC ഒഴിവാക്കിയിരിക്കുന്നതാണ്. 86ാമത്തെ ചോദ്യം ദ കൺട്രോൾ ഓഫ് റിസോഴ്സ് ഓപ്പറേഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് വെസ് ഇൻ ദ ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 87ാമത്തെ ചോദ്യം ദ ഔട്ട്സ്റ്റാൻഡിംഗ് ഫീച്ചർ ഓഫ് parliamentary democracy in India is the accountability of the administration to the option A legislature. 88ാമത്തെ ചോദ്യം ways and means refers to. ways and means എപ്പോഴും ചോദിക്കുന്നതാണ്. A method of maintaining government's daily cash balance a minimum level fixed by the Reserve Bank of India. 89ാമത്തെ ചോദ്യം the budget of the government of India consists of capital budget and revenue budget. 90ാമത്തെ ചോദ്യം no money can be withdrawn from the consolidated fund of a state government until appropriation act is passed. 91ാമത്തെ ചോദ്യം state the item below not credited into the consolidated fund. അത് വരാത്താണ് provident fund ഓപ്ഷൻ സി. 92ാമത്തെ ചോദ്യം accounting period of government accounts is stated in article dash of KSC volume 1 21 ആണ്. ആർട്ടിക്കിൾ 21 ആണ് ഓപ്ഷൻ ഡി. 93ാമത്തെ ചോദ്യം the receipt and payment of monies on behalf of a state outside its jurisdiction are ordinarily arranged through dash of the state in which the transactions takes place. അത്തരം സന്ദർഭങ്ങളിൽ അത് അറേഞ്ച് ചെയ്യുന്ന അക്കൗണ്ടന്റ് ജനറൽ വഴിയായിട്ടാണ് ഓപ്ഷൻ ബി. 94ാമത്തെ ചോദ്യം complete accounts of the central government and each of the state government are maintained by which act as a general clearing house option B central account section of RBI. 95ാമത്തെ ചോദ്യം the combined finance and revenue accounts of the central and state governments is required to submit to the president by. അത് പ്രസിഡന്റിന് കൊടുക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓപ്ഷൻ സി. 96ാമത്തെ ചോദ്യം statement of treasury accounts schedules and cash account schedules etc are sent to the accountant general for compilation of accounts option C monthly ആണ് അത് കൊടുക്കുന്നത്. 97ാമത്തേത് each treasury is inspected periodically by a gazetted officer deputed by accountant general option A. 98ാമത്തെ ചോദ്യം the monthly accounts of interstate suspense are prepared and dispatched to the AG of the state concerned. These accounts are called, ഇതിനെ നമ്മൾ പറയുന്നത് സെറ്റിൽമെന്റ് അക്കൗണ്ട്സ് എന്നാണ് ഓപ്ഷൻ എ. 99ാമത്തെ ചോദ്യം റെഗുലേഷൻ ആൻഡ് ഓതറൈസേഷൻ ഓഫ് പേ ആൻഡ് അലവൻസസ് ഓഫ് ഗസറ്റഡ് ഓഫീസേഴ്സ് റിപ്പോർട്ടിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് പേയ്മെന്റ് അതോറിറ്റീസ് ഓഫ് പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ഓഫ് റിട്ടയർഡ് സർവൻസ് എക്സെട്ര ബൈ അക്കൗണ്ടന്റ് ജനറൽ ആർ നോണേഴ്സ്. ഇത്തരം ജോലികൾ എല്ലാം ചേർത്ത് നമ്മൾ പറയുന്നതാണ് entitlement function option A. 100ാമത്തെ ചോദ്യം payslip issued by AG is invalid in the event of. payslip AG കൊടുക്കുന്ന payslip ഇൻവാലിഡ് ആവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്ന് ഇത് ഓഫീസർ പ്രൊസീഡിംഗ് ഓൺ ലീവ്, അതായത് ലീവിൽ പോകുമ്പോൾ. മറ്റൊന്ന് അണ്ടർഗോയിങ് എ പീരീഡ് ഓഫ് സസ്പെൻഷനിലാവുന്നത് ഉദ്യോഗസ്ഥൻ
മൂന്നാമത്തേത് ബീയിങ് ട്രാൻസ്ഫേർഡ് പ്രൊമോട്ടഡ് ഓർ റിവേർട്ടഡ് ടു അനദർ പോസ്റ്റ് ബിഫോർ ദ ഇൻക്രിമെൻറ്റ് അക്രൂസ്. ഇൻക്രിമെൻറ്റിന് മുമ്പ് അദ്ദേഹം ട്രാൻസ്ഫർ ആവുക, അല്ലെങ്കിൽ പ്രൊമോട്ടഡ് ആവുക, അല്ലെങ്കിൽ റിവേർട്ടഡ് ആവുക. അപ്പോൾ ഈ സന്ദർഭങ്ങളിലെല്ലാം പേ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻവാലിഡ് ആവും. എന്ന് പറഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പുതിയ പേ സ്ലിപ്പ് ഇഷ്യൂ ചെയ്യേണ്ടി വരുമെന്നാണ് അർത്ഥം. ഓപ്ഷൻ ഡി, ഓൾ ദ എബവ് കേസസ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തീരുകയാണ്. അധികം തെറ്റുകളില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇത്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗവും ഏകദേശം ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞും പോയിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലെസൺസ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.